ഹായ്, ഞാൻ ആദ്യമായിട്ട് പെയിൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ക്യാൻവാസ് ഇല്ല, അതിന് ഞാൻ ഈ കാർഡ്ബോർഡാണ് യൂസ് ആക്കുന്നത്. പിന്നെ 2 ബ്രഷും ഈ കുറച്ച് കളറും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. എന്തിനാ ഇത്ര വലിയ കാർഡ്ബോർഡ് എടുത്തുക്കണമെന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. ഫസ്റ്റ് ട്രൈ അല്ലേ, ചെറുതുമെന്ന് തുടങ്ങാൻ കരുതി. അപ്പോൾ ഞാൻ ഈ കാർഡ്ബോർഡ് പീസ് മൊത്തം ഒരു വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പം എൻ്റെ പാത്തുവിൻ്റെ കൈ ഉണ്ടാവും. ഓൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഭയങ്കര സപ്പോർട്ടാണ്. എന്താ ചെയ്യുക. അങ്ങനെ വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ചിത്രമാണ് വരക്കേണ്ടത് പെൻസിൽ കൊണ്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. എനിക്കല്ലാതെ വരക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ആദ്യം നമ്മൾ പെൻസിൽ തന്നെ ശരണം. ഇതിപ്പോൾ എന്താ, നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ, എന്താവോ എന്തോ. അപ്പം ഞാനിവിടെ ലൈറ്റ് ബ്ലൂ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കഴിവ് കിട്ടിയില്ല, അതാ പ്രശ്നം. ചിലർക്ക് എല്ലാത്തിനുള്ള കഴിവുണ്ടാവും, പാടാനും ചിത്രം വരക്കാനും ഡാൻസ് കളിക്കാനും. നമുക്കൊന്നും കിട്ടിയിട്ടില്ല, എന്താ ഇപ്പോൾ ചെയ്യുക? കിട്ടിയിട്ടില്ല ചേച്ചി സങ്കടപ്പെട്ടിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? നിങ്ങളെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ഈ പെയിൻറ്റിങ് ഒന്നും കൂടി വലിയ പെയിൻറ്റിങ് ആക്കായിരുന്നു. ഈ ബ്ലൂ പെയിൻറ്റ് എടുക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ അങ്ങോട്ട് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. ഇപ്പോൾ ഇതിൻ്റെ ബോർഡർ കൂടി ഒരു ബ്രൗൺ പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇതെന്താന്ന്? പിന്നെ ആകെയുള്ളൊരു സമാധാനം, ഫസ്റ്റ് ട്രൈ അല്ലേ, അപ്പം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ വലിയ കലാകാരികളൊന്നും അല്ലല്ലോ. പിന്നെ ആകെയുള്ള പ്രശ്നം, ഒരു ഭാഗം കട്ടി കൂടിയിട്ടും ഒരു ഭാഗം കട്ടി കുറഞ്ഞിട്ടുമാണ്. അതെന്താ ഇങ്ങനെയൊന്നും എനിക്കറിയില്ല. എന്തായാലും നനഞ്ഞു കുളിച്ച് കയറാൻ വിചാരിച്ചിട്ടാണ് ഈ പെയിൻറ്റിങ് ഞാൻ മുഴുവനാക്കിയത്. എനിക്കാണെങ്കിൽ തീരെ ക്ഷമയില്ല, എന്ത് ചെയ്യുകയാണെങ്കിലും അത് പെട്ടെന്ന് തീർന്ന് അടിപൊളിയായി കിട്ടണം, അതൊട്ട് കിട്ടൂല്ല. പിന്നെ 2 കാക്കന വരക്കാന്ന് കരുതി. കാക്കന വരച്ചപ്പോൾ പാളിപ്പോയി, വീണ്ടും വരച്ചു. പാളിപ്പോയിട്ട് വീണ്ടും വരച്ച എൻ്റെ മനസ്സേ, ഇന്നെപ്പോലെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. വീണ്ടും ചെയ്ത പൊട്ടത്തരം. ഇപ്പോൾ ഉറപ്പായി ശരിക്കും പാളിപ്പോയി. ഇനി നമുക്ക് കുറച്ച് മായ്ച്ച് നോക്കാം ഡബ്ബറുണ്ട്. എങ്ങനെ പോയിട്ട് ആ കളറാണ്ട് പോയി കിട്ടണില്ല. ഇനി ഞാൻ കുറച്ച് വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട് കൊടുത്തു. ഏതായാലും വേണ്ടില്ല, എന്തായാലും കൊളായി. അപ്പോൾ ഏകദേശമൊക്കെ ഒരു സെറ്റായ പോലെ എനിക്ക് തോന്നി വൈറ്റ് പെയിൻറ്റ് കൊടുത്തപ്പോൾ കേട്ടോ. പിന്നെ ഒരു പെയിൻറ്റിങ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ശരിയാവണം എന്നില്ലല്ലോ, കുറച്ചൊക്കെ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാൻ ഒരു ഐലൈനർ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐലൈനർ ബ്രഷ് കട്ടില്ലാത്തതാണല്ലോ, അതുകൊണ്ട് വരച്ച് നോക്കാമെന്ന് കരുതി. പക്ഷെ അതുകൊണ്ട് വൈറ്റ് പെയിൻറ്റ് കൊടുത്ത് ഉണങ്ങാത്തതുകൊണ്ടാണ് തോന്നുന്നത് സെറ്റായി കിട്ടിയില്ല. അപ്പോൾ ഇനി നമുക്ക് എല്ലാതും വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്യാൻ കരുതിയിട്ട് ഞാനൊരു ഗ്രീൻ പെയിൻറ്റ് എടുത്തിട്ട് കുറച്ച് പുല്ലുകളൊക്കെ വരക്കുന്നുണ്ട്. കണ്ടാൽ പുല്ലാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന പുല്ലുകളൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിങ്ക് പെയിൻറ്റ് എടുത്തിട്ട് ഞാൻ കുറച്ച് ഫ്ലവറും വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സൂര്യനും 2 കാക്കനെയും വരച്ചാൽ മതി. അപ്പോൾ കാക്കനും സെറ്റായി കിട്ടിയിരിക്കണം. ഇനി നമ്മളെ സൂര്യൻ, അങ്ങനെ നമ്മളെ സൂര്യനും വരച്ചെടുത്തിട്ടുണ്ട്. ഇന്നിതാ ശനിയാഴ്ച ആയതുകൊണ്ടേ കുട്ടികളുടെ സൗണ്ട് നല്ല കേൾക്കുന്നുണ്ട് കേട്ടോ, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പെയിൻറ്റിംഗ് ആണ്. ഞാൻ വലിയ കലാകാരിയൊന്നുമല്ല, എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വരച്ച പെയിൻറ്റിങ് ചിലപ്പോൾ ഇതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.